ഇനി നമുക്ക് കണ്ണൂരിലേക്കൊന്ന് പോകാം. കണ്ണൂരിൽ പാനൂരിൽ KSEBയുടെ വാഹനം ഒഴുകിപ്പോയി. മനയത്തൂവലിലാണ് ഇന്നലെ വൈദ്യുതി ലൈനിലെ തകരാർ പരിഹരിക്കാനെത്തിയ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകിപ്പോയത്. ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. 2 ജീവനക്കാരെ പാനൂർ അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, എന്താണ് സംഭവിച്ചത്? ഈ വാഹനം ഒഴുകിപ്പോകാനുള്ള കാരണം എന്താണ്? റോഡിൽ നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് തോട്ടിലോട്ട് വീഴുകയായിരുന്നോ? അതായത് അരുൺ, പാനൂർ മനയത്തുവയൽ കൂരാര മേഖലയിൽ വൈദ്യുതി ലൈനിലെ തകരാറ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് KSEBയിലെ ഡ്രൈവറും 2 ജീവനക്കാരും ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ മേഖലയിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നപ്പോൾ ചെറിയ വെള്ളക്കെട്ടാണ് എന്നുള്ളത് കരുതി ഈ ഡ്രൈവർ വാഹനം മുന്നോട്ടേക്ക് എടുക്കുകയായിരുന്നു. വാഹനം മുന്നോട്ടേക്ക് പോകുന്തോറും വെള്ളക്കെട്ടിൻ്റെ അളവ് ഇവർക്ക് മനസ്സിലാവുകയും ആ വെള്ളക്കെട്ടിൽ വെച്ചാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നത്. അങ്ങനെ വാഹനം മുന്നോട്ടെടുക്കാൻ വേണ്ടി കഴിയാതാവുകയും വാഹനം ഒഴുകി പോകുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഡ്രൈവർ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ മറ്റ് 2 ജീവനക്കാർ ആ വാഹനത്തിന് പുറത്തേക്കെത്തി അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെ വാഹനം ഒഴുകിപ്പോയി ഒരു മരത്തിൽ തട്ടിയാണ് ആ വാഹനം നിന്നിട്ടുള്ളത്. അതിനുശേഷം ഫയർ സർവീസിൻ്റെ ഉദ്യോഗസ്ഥർ, പാനൂർ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാരെത്തിയാണ് ഈ പറയുന്ന 2 ജീവനക്കാരെയും അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വെള്ളക്കെട്ടിലൂടെയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെയേറെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. KSEBയുടെ വാഹനമാണ് ഇപ്പോൾ ഒലിച്ചുപോയത്. ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു. അതിസാഹസികമായിട്ടാണ് ബാക്കിയുള്ള KSEB ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയത്. പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങൾ. KSEBയുടെ ജീപ്പാണ് ഈ ഒഴുക്കിൽപ്പെട്ടു പോയത്. അപ്പോൾ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കാറിൻ്റെ ശക്തി മറികടക്കാം എന്ന് നിങ്ങൾ കരുതരുത്. വെള്ളക്കെട്ട് ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ആവില്ല, അടിയൊഴുക്കുണ്ടാവും. പല റീലുകളും ഇപ്പോൾ വരുന്നുണ്ട്. വാഹനമൊക്കെ അതിസാഹസികമായി ഈ വെള്ളത്തിനിടയിലൂടെ കൊണ്ടുപോകും. മാത്രമല്ല വെള്ളത്തിൻ്റെ ഈ ജലപാളിയിൽ ടയറുകൾ കയറിയാൽ പെട്ടെന്ന് സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. അതും പ്രേക്ഷകർ മനസ്സിലാക്കണം. നിങ്ങളൊരു കഴിവുള്ള ഡ്രൈവർ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ വാഹനത്തിൽ ആ കഴിവ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ ഒരു പ്രയോജനവും ഇല്ല, ഒഴുകിപ്പോകുമെന്നല്ലാതെ മറ്റ് ഒരു സാധ്യതയുമില്ല.